Hello guys, welcome to our Chechi's channel. Chechi's channel. ഇന്ന് guys നമ്മളൊരു ട്രിപ്പിന് പോവാണ്. അപ്പൊ guys എല്ലാരും ഉണ്ട്. അതാണ് നമ്മൾ അവിടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് അമൃത ഹിയർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇവിടം കാണുമ്പോൾ മുൻപേ ഉള്ള വ്ളോഗ്സ് ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവൂലേ, ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർ സെറ്റ് മൊത്തം അവിടെ ഉണ്ട്. ചെറിയൊരു കോൾഡ് വന്നിട്ടുണ്ട് കേട്ടോ, അതാണ് സൗണ്ട് മൊത്തത്തിൽ പുറത്തേക്ക് വരാത്തത്. ചെറിയൊരു അടപ്പ് പോലെ തോന്നുന്നില്ലേ. എന്നാലും 2-3 ദിവസത്തെ വ്ളോഗ് എടുത്ത് ഒരൊറ്റ വീഡിയോ ആക്കി കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര സമാധാനമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നില്ലേ, കാരണം എല്ലാവരും എഴുന്നേറ്റ് വരുന്നൊക്കെ ഉള്ളൂ. അപ്പൊ അതിന്റെ മുന്നേ ഞാനൊന്ന് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് എടുക്കാന്ന് കരുതി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ അമ്മച്ചനെ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഇതാണ് എൻ്റെ അമ്മച്ചൻ, പേര് ദാമോദരൻ എന്നാണ്, റിട്ടയർഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ ആയിരുന്നു. ഓക്കെ, അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. കുട്ടിപ്പട്ടാളം മൊത്തം എഴുന്നേറ്റു. പക്ഷെ എല്ലാവരും ഫോണിൽ തന്നെയാട്ടോ. എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ ഇവരുടെ എല്ലാവരുടെയും റുട്ടീൻ എന്ന് പറയുന്നത് ഫോണിൽ ഗെയിം കളിക്കുക അല്ലെങ്കിൽ വീഡിയോസ് കാണുക, ഇതൊക്കെ തന്നെയാണ്. എൻ്റെ വീഡിയോ കണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും ഫോണിലായതുകൊണ്ട് പുറത്തേക്ക് കുളിക്കാൻ പോവാന്നുള്ളൊരു സജഷൻ വെച്ചു. അപ്പൊ എല്ലാവരും തോർത്തുണ്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എവിടെയാ കുളിക്കാൻ പോകുന്നതെന്നുള്ളത് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഗൈസ്, നിങ്ങൾ എവിടെ പോവാണ് ഗൈസ്? കുളിക്കാൻ പോവാണ് ഗൈസ്. സങ്കേതത്തിലേക്ക് പോവാണ്. സങ്കേതത്തിലേക്ക് പൊന്നുസേ തുറക്കണേ. എവിടെയാ പോകുന്നത്? നമ്മൾ കുളിക്കാൻ വേണ്ടി സങ്കേതത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഗൈസ്. ഓക്കെ, സങ്കേതം എവിടെയാ? ചാത്തങ്കാവ് തുഷാഗിരി വാട്ടർഫാൾ. കുശാഗിരിയോ? കുശാഗിരിയാണോ ഉണ്ണി പോകുന്നത്? കുശാഗിരി തുഷാരഗിരി അല്ലേ? അവിടെ എത്തിയിട്ടില്ല, വിശേഷം പറയാം. അതുവരെ അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് കാറ് പോയി. ഇനി അടുത്ത ട്രിപ്പിലാണ് ഞങ്ങളൊക്കെ പോകുന്നത്. സോ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി. പിന്നത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് മറന്നുപോയി കേട്ടോ, സോറി. പിന്നെ അന്ന് രാത്രി ഞങ്ങളെ വീട്ടിലൊരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് ഡയറക്റ്റ് പോകുന്നത്. അപ്പം ഫാമിലിയിലെ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊണ്ട് ഹായ് പറയിപ്പിക്കലായിരുന്നു എൻ്റെ ജോലി. ഹലോ ഹലോ പറയണേ. ഹലോ 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 ഹായ്. ഹലോ തരോ? ഹലോ തരോ? ഹലോ പറയോ? ഹലോ ഹായ്. ഹലോ. നീ ഉണ്ടാക്കി സാധനങ്ങളൊക്കെ കൊണ്ടോ? ഹലോ പറയണോ? ഹലോ 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 ഹായ് പറഞ്ഞോ? ഇനി ഉണ്ടോ? ഉണ്ടോ? അവിടെ ഒരാളുണ്ടേ. കഴിഞ്ഞോ? KGF എവിടെ? AK-47.
ലൈവ് അല്ല, വീഡിയോ വ്ളോഗ്. ഹലോ ഉണ്ടോ? യൂട്യൂബ് ചാനൽ ബിരിയാണി തിന്നാണ്. ഹായ് ഫോട്ടോയാണല്ലേ KGF റോക്കി ബൈ രണ്ട് ഭാഗത്തായിട്ട് പാട്ട് പാടും. ഏത് ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ച റൈം അറിയില്ല. അറിയുന്ന തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച. പറഞ്ഞില്ലേ? കഴിഞ്ഞോ? തീർന്നോ? തത്തമ്മ തത്തമ്മ പൂച്ച പൂച്ച പൂച്ച. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനുള്ള ടൈമായി. അവിടെ ടേബിൾ സെറ്റാക്കുകയാണ്. കുറേ പേരുള്ളത് കൊണ്ട് ഇങ്ങനെ ഓരോ ട്രിപ്പായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. പുറത്തേക്കാണ് കൊലായിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. കൊലായി എന്ന് വെച്ചാൽ നമ്മളിവിടെ കോട്ടയാടെന്ന് പറയുന്ന ഒരു പേരാട്ടോ. ഫുഡിന് മെയിൻ കോഴ്സായിട്ട് ബിരിയാണി ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരുപാട് സൈഡ് ഡിഷ് ഉണ്ട്. ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ പത്തിരി, ചക്ക പുഴുങ്ങിയതുണ്ടായിരുന്നു, ചിക്കൻ കറി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ മൊത്തം പറയേണ്ടി വരും. അങ്ങനെ എല്ലാവരും കൂടെ നല്ല സന്തോഷമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ചു. കുറേ ട്രിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ ട്രിപ്പിലാണ് ഇരുന്നത്. പാട്ടോ നമ്മുടെ പോകാൻ Oh, bye bye. Bye. Guys, hello guys. Hi. Bye. അപ്പോൾ ഗയ്സ് പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ ശാദം കഴിഞ്ഞു. അപ്പോൾ ടാറ്റ. അച്ചാത്തിന്റെ ശാരദയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്.
ഞങ്ങൾ ഓടിക്കളിച്ചൊക്കെ ചെയ്തിട്ട് അവസാനം പാട്ട് വെച്ച് കേൾക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് നാളെ രാവിലെ എണീച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പൊ പിന്നെ പാട്ടൊക്കെ ഉണ്ട്, പാട്ടൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. കൂടുതലൊന്നും ആൾക്കാർക്ക് പറയാനില്ല. രണ്ടാളും കൂടെ പറയും. ഓക്കെ, ഹലോ, let's went to this episode. Let's morning see. Bye. Hello guys. ഇന്ന് ഗൈസ് നമ്മൾ പാട്ട് വെച്ച് കഴിച്ചിട്ടാണ് നമ്മൾ ഓരോ കിടക്കുന്നത് അങ്ങോട്ട് പോകുന്നു. അതാണ് ഇനി നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇവൻ പറഞ്ഞ പോലെ നമ്മൾ പാട്ട് വെച്ചിട്ടൊക്കെ കുറച്ചും കൂടി തുള്ളി കളിച്ചിട്ട് സാധനം നടക്കുന്നുണ്ട്. സംഭവം അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ നമ്മള് തുള്ളി കളിച്ചിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യും, പാട്ടൊക്കെ വെച്ച് കളിച്ച് അവസാനം നമുക്ക് നാളെ രാവിലെ കാണാം. ബൈ. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആയി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാന്നുള്ളൊരു പ്ലാൻ ഇട്ടു. എല്ലാരും കൂടെ ഇല്ല, ഞങ്ങൾ മാത്രം. അമ്പലത്തിൽ പോവാണ് ഗൈസ്. ഞങ്ങൾ രണ്ടാളും കണ്ടോ ഫ്ലോറൽ ഡിസൈൻ ഡ്രസ് ഇട്ടിട്ട് പോവാ. ഇതെൻ്റെ മൂത്ത മാമൻ്റെ വീടാണ്. അവരുടെ ഗാർഡൻ ഏരിയ കണ്ടോ, നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. പുല്ലുണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ ഇല്ല, സമ്മർ ആയതുകൊണ്ടാണ്. ആ ഗാർഡനിൽ ഉള്ള മാങ്ങ കണ്ടോ, താഴെ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന, എളുപ്പമാണ് പറിക്കാനായിട്ടല്ലേ. നമ്മളിവിടെ കർമൂസ മാങ്ങ എന്നൊക്കെയാണ് ഇതിന് പറയുക. കർമൂസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓമയ്ക്ക, പപ്പായ, അതാണ്. പക്ഷെ മാങ്ങയാണ് ആ ഒരു ഷേപ്പിൽ വരുന്നത് കൊണ്ട് അങ്ങനെ ഒരു പേര് അതിനുണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്ഥിരം പ്രേക്ഷകയാണ് എൻ്റെ മാമി. അപ്പോൾ എനിക്ക് പകരം മാമിയാണ് ഇനി അടുത്ത വീഡിയോയിൽ ഡബ് ചെയ്യുന്നത്. അമ്പലത്തിൽ പോവുകയാണ്, രാവിലെയാണ് പോകുന്നത്. എൻ്റെ യൂട്യൂബ് കരിയറിൻ്റെ ഫ്യൂച്ചർ മാമിയുടെ ഡബ്ബിങ് ഒരു വെല്ലുവിളി ആയിരിക്കും. മാമിക്ക് ഫ്യൂച്ചറിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. കോൾഡ് ഉള്ളത് കൊണ്ടാണ് വോയിസ് ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പല ശബ്ദം വരുന്നത് കേട്ടോ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. നമ്മൾ അമ്പലത്തിലെത്തി. ഇതാണ് അമ്മയുടെ വീട്ടിലെ അടുത്തുള്ള അമ്പലം. മനത്താനത്ത് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അന്നപൂർണേശ്വരി ദേവി ആയതുകൊണ്ട് അവിടെ ആഹാരം കൊടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചടങ്ങാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ആ ചാക്കെല്ലാം ഓരോരുത്തർ സമർപ്പിച്ച അരിയാണ്. ഇത് ഭക്ഷണം കഴിക്കുന്ന ഹാളാണ്. അവിടെ ദേവിയുടെ ഫോട്ടോയുടെ മുൻപിൽ അവിടെ ഒരു ഇലയിൽ ദേവിക്കുള്ള സദ്യ അവിടെ വിളമ്പിയിട്ട് വെച്ചിരിക്കുകയാണ്, അവിടെ സമർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം. സാമ്പാറും അവിയലും കൂട്ടുകറിയും പപ്പടവും പായസവും പഴവും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളൊരു സദ്യയായിരുന്നു കേട്ടോ അമ്പലത്തിലുണ്ടായിരുന്നത്. നമുക്ക് ഒരു ദിവസം മുഴുവൻ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വിശപ്പുണ്ടാവില്ല എന്ന് പറയില്ലേ, അത് സത്യമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. ഇതിൻ്റെ രണ്ടാമത്തെ മാമൻ്റെ വീടാണ്. മൂത്ത മാമൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഗേറ്റ് അപ്പുറത്താണ് അവരുടെ വീട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് മാമിയുടെ കോഴിനൊക്കെ ഓടിച്ചിട്ടാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ മാമ വലിയ ചെമ്പൊക്കെ കാർന്ന് ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി കപ്പയൊക്കെ റെഡിയാക്കാനാണ്. മാമിക്ക് പ്രസാദം കൊടുത്തു. പിന്നെ അകത്ത് കുട്ടിപ്പട്ടാളം ഇരിപ്പുണ്ട്. വന്നിരിക്കുന്നു ഗൈസ്. നമുക്ക് എന്ത് കൊണ്ടുവന്നു? പ്രസാദം കൊണ്ടുവന്നു ഗൈസ്. ഓ ഗൈസ്, ബിരിയാണി കൊണ്ടുവരുന്നു. എന്താ ഒരു ഇത് കിട്ടാൻ എന്താണ് എടാ ഓഫർ ക്ലോസസ് നമ്മളിങ്ങനെ പഠിക്കാൻ പാടുണ്ടോ? കൊതിപ്പിച്ചിട്ട് ബീച്ചിൽ പോവും. അതിന് ആ ഒരു
ആ ട്രിപ്പിന്റെ കൂടെ വാങ്ങുന്നുണ്ട്. അതാണ് സ്പോൺസർ ചെയ്യുന്നത് ആരാ? ചാനൽ ഇന്ന് നമ്മളൊരു ട്രിപ്പിന് പോവാണ്. അപ്പൊ എല്ലാരും ഉണ്ട്. അതാ നമ്മൾ അവിടെ എത്തിയിട്ടാണ് നമ്മളെ എന്തൊക്കെയാ അവിടെ ഉള്ളത് കാണാന്നൊക്കെ അറിയുന്നത്. എന്ന് വെച്ചാൽ ലോട്ടസ് ടെമ്പിൾ നമ്മൾ പോവുകയാണ് ഗൈസ്. എത്ര രൂപ കിട്ടി? എത്ര രൂപ കിട്ടി? 120. ഓക്കെ ഓക്കെ. അപ്പൊ കയറി കുത്തിരിട്ടോ. എവിടെയാണ് പോകുന്നത് ഗൈസ്? നമ്മള് പോകുന്നത് എവിടെയാ ശാന്തിഗിരിയിലാണ് ഗൈസ്. കക്കോടി അടുത്തുള്ള അവിടെയാണ് നമ്മൾ പോണത് ഗൈസ്. ജോലിയും കണ്ടോ? ഇത് കുട്ടി സ്റ്റാർ ഉണ്ടാക്കിയ കുട്ടി സ്റ്റോറിയാ. പൊന്നൂസ് ഇടയ്ക്കിടയ്ക്ക് ലോഗിൻ ചെയ്താൽ എന്താ പൊന്നിസ വീണേ? ഇത് ജിബ്ലി, ഇത് ഗിബ്ലി. ഇവര് ഫ്രണ്ട്സ് ആണ് ഗൈസ് അല്ലേ? ഇവിടുത്തെ സീൻ മോനെ അലൻസൊള്ളിന്റെ ചിഹ്നൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലോ. മുമ്പ് കുത്തിരിക്കുന്ന ആൾ അപ്പുറത്തെ വണ്ടി നോക്കണം, മിറർ നോക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ണൻ ഉണ്ണി അതില് വന്നോളെ. ഓക്കെ ബൈ. നമ്മള് ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടും. അവരെ പിടിക്കൂ. ഇവര് ഇറങ്ങി നടക്കണ്ടേ ക്യാമറ. മാമിനെ കാണാൻ പോവാണെന്ന് മാമിനെ കാണാൻ പോവാണ്. നമ്മള് മഞ്ചേന്തിനെ കാണാൻ വേണ്ടി പോവാണ്. ഹോസ്പിറ്റലില് നിർമ്മല ഹോസ്പിറ്റൽ മരിക്കുന്നു എല്ലാണുള്ളത് ഗൈസ്. നമ്മൾ എവിടെയാ പോകുന്നത് ഗൈസ്? മഞ്ചേന്തിനെ കാണാൻ പോവാണ് ഗൈസ്. മാവ് പറഞ്ഞില്ല. ഞങ്ങൾ എവിടെയാ പോകുന്നത് മനസ്സിലായോ? വാവ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലേ ശാന്തിഗിരി ശാന്തിഗിരി എന്ന്. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ കക്കോടി എന്ന സ്ഥലത്ത് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഒരു ലോട്ടസ് ടെമ്പിൾ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒത്തിരി ഇരുട്ടായിട്ടുണ്ട്, കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അവിടെ ലൈറ്റ് ഇട്ടാലും നല്ല ഭംഗിയാണ്. പുറത്തുനിന്ന് നോക്കുമ്പം മലയുടെ മുകളിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കും.
ഇതാണ് ശാന്തിഗിരി ആശ്രമം. നമ്മളെ തിരുവനന്തപുരത്തില്ലേ ഒരു ലോട്ടസ് ടെമ്പിൾ, ഇതേപോലെ തന്നെ ടെമ്പിൾ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അപ്പം അവരുടെ ഒരു ആചാര്യൻ്റെ ഫോട്ടോ ഒക്കെ അകത്തുണ്ട്. അതാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ കാണാൻ വേണ്ടി വന്നതാണ്, ജസ്റ്റ് ടൂറിസ്റ്റുകളായിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ അല്ലാതെ ധ്യാനിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. ഈ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് അതിൻ്റെ എല്ലാ മെയിൻ്റനൻസും കാര്യങ്ങളും ചെയ്യുന്നത്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അവർക്കൊരു പ്രത്യേക പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ട്. എൻ്റെ നൈബർ ഇവിടെ ശാന്തിഗിരിയുടെ അവരുടെ ആ ഒരു ഗ്രൂപ്പിൽ പെട്ട ഒരാളാണ്. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നൊക്കെ. അവിടെ ഒരു സ്വാമിജി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അവർ വിളക്ക് കത്തിക്കില്ല, പിന്നെ അതേപോലെ ഭസ്മം മാത്രമാണ് യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെറുതായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം. നമ്മൾ കാഴ്ച കാണാൻ വേണ്ടി വന്നതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ബാക്കോട്ടെടുത്ത് പോയോ? അതാ നോക്കാം. ഞങ്ങൾ വേറെ രാജ്യക്കാരാ. അങ്ങനെ ആസ് യൂഷ്വൽ ഞങ്ങളെ പുറത്താക്കുന്ന പോലെ അവിടെ നിന്നും പുറത്താക്കി. കാരണം ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 9 മണി വരെയുള്ള അവിടെ പുറത്തുള്ള ആളുകൾക്ക് കയറി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നേരെ KFC പോയിട്ട് ചിക്കൻ കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ നടക്കുമല്ലോ എന്നറിയില്ല, കാരണം അന്ന് പെരുന്നാളായിരുന്നു, നല്ല തിരക്കാണ്. വേറെ ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് KFC നല്ല തിരക്കാണ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം ഒരു ചാക്ക് നിറച്ചും വെള്ളരി കണ്ടു. പൊട്ടുവെള്ളരി ആണോ എന്നൊരു ഡൗട്ട്, കാരണം എല്ലാത്തിൻ്റെ മുകളിൽ ഒരു പൊട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടുവെള്ളരി ഇങ്ങനെയല്ല, കുറച്ചും കൂടി വലിയ നീളത്തിലുള്ളതാണ്. അതാണെങ്കിൽ ജ്യൂസ് അടിക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അതല്ല. അപ്പോൾ കുറച്ച് കൃഷിക്കാഴ്ചകളൊക്കെ ഒന്ന് കാണാം.
തൊടാൻ പറ്റുന്ന സാധനമുണ്ട്. തല കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസിൽ ഇങ്ങനെ പ്ലാവും ചക്കയും ആയിരിക്കും കാണിക്കുന്നത്. കാരണം ഞാൻ ചക്ക തപ്പി നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കരുതരുത് ഇവർക്ക് എന്താ പെട്ടെന്ന് എന്താ പറ്റിയത് എന്നുള്ളത്. ഞാനൊരു ചക്കപ്രാന്തിയാണ്, ഒഫീഷ്യൽ ചക്കപ്രാന്തിയാണ്. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്കറിയാൻ എന്നെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ ഉച്ചയായപ്പോൾ നല്ല അടിപൊളി കപ്പ ഉണ്ടായിരുന്നു. ആ കപ്പ പുഴുങ്ങിയതും കറിയും കൂട്ടിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. പിന്നെ അമ്മമ്മ ഉണ്ടായിരുന്നു, അമ്മമ്മയും കഴിച്ചു. അപ്പം ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു കേട്ടോ. വെക്കേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, റെയറായിട്ട് കിട്ടുന്ന കുറച്ച് മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ അതെല്ലാം കൂടെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ച് യൂട്യൂബ് എൻ്റെ ഒരു ആൽബം പോലെ കരുതിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എൻ്റെ മൊമെൻറ്റ്സൊക്കെ ഇങ്ങനെ ചെറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ ഓർത്തി തരാം. എൻ്റെ ഈ ഒരു ഹെയറിൽ ഇവിടെ മാത്രമേ ഹെയർ ആക്കിയിട്ടുള്ളായിരുന്നേ. ഇതിപ്പോ വെയിൽ തട്ടി എൻ്റെ മുടിയിൽ അതാവും. നോക്കട്ടെ ഏത് കളറാ? കളർ ചെയ്ത് ബർഗണ്ടിയാ? ഞാൻ പാട്ട് പിടിക്കാം. എല്ലാവരും എനിക്ക് ഡാൻസ്. അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവരെല്ലാവരും റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ ടൈം ഇങ്ങനെ പോയി. പിന്നെ KFC-യിലൊക്കെ ഒന്ന് പോയി. അങ്ങനെ എല്ലാം കൂടെ അടിപൊളിയാക്കി. ഇനി അടുത്ത വ്ളോഗുമായിട്ട് വരുന്നവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, കീപ് സപ്പോർട്ടിങ്. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.